കാളികാവ് ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. വളരെ കാലം പഴക്കമില്ല. നമ്മളിതിന്റെ ഐതിഹ്യം എന്ന് വെച്ചാല് നമ്മളെ മുതുമുത്തശ്ശി ഈ രാജകുടുംബത്തിന്റെ കൂടെ വന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് അവര് ഈ താലി ചപ്പ് പറിക്കാൻ വേണ്ടി അവര് കാട്ടിലേക്ക് പോയി മടക്കം കാണാത്തതിന്റെ പേരിൽ ഒരു പരിധി പോകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ട് തുള്ളുന്നതാണ് കണ്ടത്. അങ്ങനെ അവരെ മടക്കി കൊണ്ടുവന്ന് ജ്യോതിഷപ്രകാരം നോക്കിയിട്ട് ക്ഷേത്രം പണിയണം എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടു. ഇങ്ങനെ ദേവപ്രശ്നത്തിൽ കണ്ടതിന്റെ പേരിൽ കുറ്റിയടിച്ച സ്ഥലത്ത് നിന്ന് ക്ഷേത്രപ്പണി തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ കുറ്റി കാണാതെ വന്ന് പിന്നെ കുറ്റി കണ്ടത് ഇവിടെയാണ്. അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം പണിതത്. ഇതിന് കാവടിയായിട്ട് 4 തറവാട്ടുകാരും 10ഓളം മറ്റ് തറവാട്ടുകാരുമാണ് ഇതിലുള്ളത്. ഇപ്പം ഉത്സവം മകരം 8, 9, 10, 11 തീയതികളിൽ ഉത്സവം നടക്കുന്നു. പിന്നെ മീനത്തിൽ പൂരം നടക്കുന്നു. പിന്നെ കർക്കിടക മാസം ഇത് നടേരി പൂജ, എല്ലാ മാസം ഫുള്ളായിട്ട് നടേരി പൂജ. പിന്നെ എല്ലാ സംക്രമത്തിനും ചൊവ്വ വിളക്ക്, പിന്നെ ആയില്യ പൂജ എല്ലാ മാസവും. അതുമാതിരി തന്നെ നവരാത്രി പൂജ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഇവിടെ നട തുറക്കുക. വൈകുന്നേരം 5 മണിക്കാണ് തുറന്ന് 7 മണിക്ക് നട അടക്കും. ഉത്സവം എപ്പം? ഉത്സവത്തിന് തിറമഹോത്സവമാണ്. തിറമഹോത്സവം ഇപ്രാവശ്യത്തെ ഉത്സവം എന്ന് വെച്ചാല് പിന്നെ 22-ാം തീയതി വൈകുന്നേരം 5:30 മണിക്കാണ് കാവ് കയറുക. ജനുവരി. ഇപ്പം നടക്കുന്നത് പിന്നെ പ്രതിഷ്ഠാദിന പൂജയാണ് 18ഉം 19ഉം. ഇന്നിപ്പം നടന്നത് പിന്നെ സുദർശന ഹോമവും ഭഗവതി സേവയും. നാളെ 6 മണിക്ക് രാവിലെ ഗണപതി ഹോമം, അതോടനുബന്ധിച്ചിട്ട് പിന്നെ മൃത്യുഞ്ജയ ഹോമം, പിന്നെ നീരും പാലും, നാഗപൂജ, ദേവി പൂജ. ഇതോടുകൂടി പ്രതിഷ്ഠാദിന പൂജ നാളത്തേക്ക് തീരും. പിന്നെ 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കാവ് കയറി 1 മണിക്കൂർ നേരത്തെ ദേവി പൂജ കഴിഞ്ഞാൽ കഥകളി ഭീമൻ, അതാണ് ആദ്യം 1 മണിക്കൂർ അരങ്ങേറുക. പിന്നെ 3 വീതം തിരുവാതിരക്കളി 3 ടീമിന്റെ, പിന്നെ വായ്പാട്ട്, പിന്നെ മൃദംഗവാദനം, പിന്നെ ഭരതനാട്യം, പിന്നെ അയ്യപ്പ ഭക്തി, ഇത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ വീരം തെയ്യത്തിന്റെ വെള്ളാട്ടം. പിന്നെ പിറ്റേന്ന് 22, 23, 24, 25, 23-ന് 24-ാം തീയതി 12 മണിക്ക് അന്നദാനം. എല്ലാ ദിവസവും രാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ വരുന്ന കുട്ടികൾക്ക് അന്നദാനമുണ്ട്. അത് പ്രത്യേകം നമ്മൾ കൊടുക്കലില്ല. ഒരു ദിവസത്തെ അന്നദാനമാണ് 5000 ആൾക്ക് 24-ാം തീയതി ഉച്ചക്ക് 12 മണിക്ക് ക്ഷേത്ര നടയിൽ വെച്ച് കൊടുക്കുന്നത്. കല്യാണ സദ്യയാണ് കൊടുക്കുന്നത്. അതുമാതിരി തന്നെ എല്ലാ ദിവസവും രാത്രി ഭക്തജനങ്ങൾക്ക് വന്ന കൂട്ടിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാന ദിവസം കാവുന്ന് ഇറങ്ങുന്ന ദിവസം വലിയ തമ്പുരാട്ടിയുള്ള ദിവസം കഞ്ഞിയും പൂയ്ക്കും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാവിധ സഹായ സഹകരണം ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.